ഇന്ന് ചോറിനോടൊപ്പം കഴിക്കാൻ മുരിങ്ങപ്പൂ കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. പറമ്പിലുള്ള മുരിങ്ങത്തൈയിൽ കുറേ അധികം മുരിങ്ങാപ്പൂക്കളുണ്ട്. അപ്പോൾ അത് ചേർത്ത് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. ആവശ്യത്തിന് മുരിങ്ങാപ്പൂവ് പറിച്ചെടുക്കുക. നമുക്ക് 200 ഗ്രാം മുരിങ്ങാപ്പൂവാണ് വേണ്ടത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കമ്പെല്ലാം കളഞ്ഞ് പൂ മാത്രം എടുക്കുക. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാരാൻ വെക്കുക. ഇതിലേക്ക് 2 മുട്ട കൂടി ആവശ്യമുണ്ട്, അതും എടുത്ത് വെക്കുക. ഇനി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയാലുടൻ ഈ മുരിങ്ങാപ്പൂവും മുട്ടയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. മുരിങ്ങാപ്പൂ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ അരിയുന്നില്ല. ഇതൊന്ന് വാടുന്ന സമയം കൊണ്ട്, ഇത് ചെറുതീയിലിട്ടിട്ടാണ് വാട്ടുന്നത്, ഇതൊന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് അരമുറി നാളികേരം ചിരകിയത്, 2-3 പച്ചമുളക്, 1-2 ചെറിയുള്ളി അല്ലി എന്നിവ ചേർത്ത് ചതച്ചെടുക്കാം. മുരിങ്ങാപ്പൂവും മുട്ടയും കൂടി ഉലർന്നതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതീയിലിട്ട് നല്ലപോലെ ഉലർത്തിയെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് വാങ്ങി വെക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വാങ്ങുന്ന സമയത്തിൽ ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളിതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കുമ്പോൾ കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴിതാ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങാപ്പൂവും മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചോറിൻ്റെ കൂടെ രസവും മുരിങ്ങാപ്പൂവും മുട്ടത്തോരനും കുറച്ച് ഈന്തപ്പഴവും നാരങ്ങ കൂടി ചേർത്ത അച്ചാറുമാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ആവാം. ഈ ഒരു കോംബോ നിങ്ങൾക്കും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു വിഭവമാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.